ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്ന് ഞാൻ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വന്നിട്ട് ആദ്യം ഒരു ദിവസം ഞാൻ നടക്കാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 2-3 വട്ടം നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ട് പിന്നെ ഇന്നൊരു വേറെ വഴിയിൽ പോകാം, അതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. നമ്മളിപ്പോൾ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി, മെയിൻ റോഡിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെറിയൊരു വാക്കിംഗ് വീഡിയോ, ഈവനിങ് വാക്കിംഗ് വീഡിയോ കാണാം കേട്ടോ. സമയം എന്ന് പറയുന്നത് 6 മണിയായിട്ടുണ്ട് കേട്ടോ. 6 മണിയായിട്ടുണ്ട്. ഇരുട്ടാവുന്നില്ല പെട്ടെന്ന്, അതുകൊണ്ട് നല്ലതായി എന്തായാലും. എന്നൊക്കെ റോഡെല്ലാം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. മെയിൻ റോഡിൽ വലിയ തിരക്കില്ല, ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഒരു റോഡ് ബസ് അല്ല, ഒരു വണ്ടി പോയപ്പാട് അങ്ങനെ ഒന്നിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പൂ കിട്ടീന് കേട്ടോ. അതിൽ നിറച്ച് പൂ ഉണ്ടായതാണ്. അതിൽ മൊത്തം കടലാസ് പൂ വീട്ടിലേക്ക് പറിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നടക്കാൻ പോകുന്നുണ്ട്. നമ്മളെങ്ങനെ എവിടെ പോകുന്നത്? നടക്കാൻ പോകുന്നത് അല്ലേ? ഞാൻ കാണിച്ചാൽ ഇവിടെ എല്ലാം ഫുള്ള് മരങ്ങൾ ഇട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഓരോ ഇതാണ് എന്ത് റൂമാണ്. റൂമിൻ്റെ നോക്കിയേ, ഇത് മുരിങ്ങ കേട്ടോ. അതാ മുരിങ്ങ പിടിച്ചിട്ട് കാണുന്നുണ്ട്. ഇത് അപ്പുറത്ത് കാണുന്നതെല്ലാം മുരിങ്ങ കേട്ടോ. മുരിങ്ങ വരാന്ന്. പിന്നെ എന്താ ഇങ്ങനെ ചെറിയ ചെറിയ പൂവിൻ്റെ ചെടി, അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാമായിട്ടുണ്ടാവും സ്ഥലം. ഇതിങ്ങനെ നടക്കാൻ നല്ല രസമാണ് എന്തായാലും. ഈ മരത്തിൽ നിറച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നടന്നുകൊണ്ട് ഇതേ പ്ലേസ് തന്നെയാണ്. എന്താ നോക്കിയാൽ ഈ മരം ഉണ്ടല്ലോ, ഇതിലിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നല്ലൊരു വെളുത്ത പൂ പിടിക്കുന്നുണ്ടോ. നല്ല രസമുണ്ട്. നല്ല ഇങ്ങനെ നടക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും. അടിപൊളിയാണ് ആ ഒരു സ്മെല്ല്. പക്ഷെ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് പൂവില്ല കേട്ടോ. ഇത് നമ്മളെ വാഷ് ചെയ്യുന്നില്ല, ഡ്രസ്സെല്ലാം വാഷ് ചെയ്യുന്നില്ല. ഡ്രസ്സല്ല, നമ്മൾ അധികം പുതപ്പെല്ലാം വാഷ് ചെയ്യുന്ന ആ പ്ലേസ് ഇട്ടാ. പിന്നെതാ ഇങ്ങനെ നടക്കും. ഈ കുട്ടി നടക്കുന്നുണ്ട്. ഈ കുട്ടീനെ കൈ പിടിച്ച് നടക്കുന്നുണ്ട്. ഈ കുട്ടി ഇങ്ങോട്ട് നോക്ക്. ആ, ഓള് വണ്ടി ഓളായി എന്തെല്ലോ സംസാരിച്ചോണ്ട് ഓള് നടക്കുന്നുണ്ട്. മൊത്തം വെള്ളപ്പൂവിൻ്റെ മരമായിരുന്നു, എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ഇത് ആ കുട്ടികളുടെ ഡ്രസ്സെല്ലാം നമ്മൾ കളിപ്പാട്ടായാലും എന്തെങ്കിലും ഫർണിച്ചർ എന്ത് സാധനം വേണമെങ്കിലും ഇടാട്ടോ. പിന്നെ ഡ്രസ്സ് മാത്രം ഇടുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സെല്ലാം നമ്മൾ ഇട്ടാം, അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഏറ്റവും നല്ല കാര്യം എനിക്ക് തോന്നുന്നില്ല, എല്ലാം കാണുന്നില്ല, അങ്ങോട്ട് കാണുന്നില്ല, അതെല്ലാം വേസ്റ്റ് ബോക്സ് കേട്ടോ. ഇങ്ങോട്ട് നോക്കി എന്ത് ക്ലീനാണ് എല്ലായിടത്തും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫുള്ള് വേസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, പക്ഷേ ഡേഡി വേസ്റ്റ് കാണുന്നില്ല കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞാൽ ഫുള്ള് വേസ്റ്റ് എല്ലാ ഫ്ലാറ്റിൻ്റെ മുമ്പിലും ഇങ്ങനത്തെ ഉണ്ടാവും. ഇതുപോലത്തെ എല്ലാ ഫ്ലാറ്റിൻ്റെ മുമ്പിലും കുറേ എണ്ണം ഉണ്ടാവും ഇങ്ങനത്തെ വേസ്റ്റ് ബോക്സ്. അത് നമ്മൾ എല്ലാ വേസ്റ്റ് ഇതിലേക്കാണ് തട്ടുന്നത്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം നമ്മൾ നോക്കി എന്ത് നീറ്റ് അതിൻ്റേതാണ് കാണുന്നുണ്ട്. ഭയങ്കര വൃത്തി. നമ്മളെ ഒരു ഷോപ്പിൻ്റെ മുമ്പിലെല്ലാം കണ്ടാൽ മതി, ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് അത് തന്നെയാണ്, ഡ്രസ്സിൻ്റെ സംഭവം തന്നെയാണ്. അതൊരു നല്ല കാര്യമാണ്. കാരണം നമ്മൾ എത്രയോ ഈ ഡ്രസ്സ് ഇടാൻ പറ്റാത്ത ആഫ്രിക്കയിലുള്ള കുട്ടികൾക്കെല്ലാം ഇത് അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങോട്ടേക്ക് എല്ലാം പോകുന്നുണ്ടാവും. പിന്നെ ഈ പ്ലേസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഇട്ടാണ്. ഞാൻ നടക്കാൻ നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. മുകളിൽ പോയാൽ അത് ഇങ്ങനത്തെ ഒരു പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മരങ്ങളും ആ മരത്തിലിരിക്കാൻ പറ്റിയൊരു സ്ഥലവും അതേപോലെ ഉണ്ട് കേട്ടോ. എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശത്ത് നിൽക്കുന്നവരെ വീടിൻ്റെ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും മരങ്ങളും എല്ലാം. അതേപോലത്തെ സ്ഥലം കേട്ടോ ഇത്. അങ്ങനെ നടന്ന് നമ്മൾ ഇന്നൊരു വേറെ വെയിറ്റ് ആവുന്നത് കേട്ടോ. മനസ്സിലായി, എൻ്റെ ബാക്കിൽ നോക്കി ചുറ്റും മരങ്ങളാണ് ഇന്ന്. ഫുള്ള് മരം. നല്ല രസമുണ്ട് ഇത് നടക്കാൻ, ഇങ്ങനെ നടക്കാൻ. ഈ കുട്ടി വണ്ടി പോകുന്ന കാണുന്നുണ്ട്, അതുകൊണ്ട് ഈ കുട്ടിയുടെ ശ്രദ്ധ മൊത്തം അങ്ങോട്ടേക്ക്. അതെ, ഈ മരം നോക്കി നല്ല രസമുണ്ടല്ലേ. എന്തോ ഒരു ചെറിയ തിന്നുന്ന സാധനം വിറ്റോ അതിനെങ്കിൽ എപ്പോഴേ കുറച്ച് നിറ്റാട്ടി തിന്നുന്നൊന്നുമല്ല, ഫുള്ള് ഇങ്ങനത്തെ മരങ്ങളാണ്. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്, അടിപൊളിയാണ് ഈ പ്ലേസ്. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈനിൽ നടക്കാൻ വന്നത്. അപ്പുറത്ത് കാണുന്നതാണ് മെയിൻ റോഡ്. ഇത് മെയിൻ റോഡല്ല, അപ്പുറത്ത് കാണുന്നതാണ് മെയിൻ റോഡ്. പിന്നെയാണതാ മോഡേൺ നോളജ് ഇംഗ്ലീഷ് സ്കൂൾ ഉണ്ട്. മോഡേൺ നോളജ് ഇംഗ്ലീഷ് സ്കൂളാണത്, കാണുന്നുണ്ടല്ലോ. ഇതാണ് സ്കൂള്. പിന്നെ ഇതാണ് മെയിൻ റോഡ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചിട്ട് അന്നൊരു ദിവസം നല്ല രസമുണ്ട്. പെരുന്നാളിനും അതുപോലെ തന്നെ നാഷണൽ ഡേക്കും ഇവ കാണുന്നുണ്ടല്ലോ. ഇതാണ് അടിപൊളിയായിട്ടാണ് കാണാൻ. ഫുള്ള് ബൾബെല്ലാം ഇട്ടിട്ട്, ബാക്കിയുള്ള ദിവസം ഒന്നും ബൾബ് ഇടില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ ഇവിടെ റോഡും ഇപ്പുറത്ത് ഇങ്ങനെ നടക്കാനുള്ള സ്ഥലം അടിപൊളി. ഇനി ചുറ്റും മരങ്ങളും
നല്ല രസമുണ്ട്. ഞങ്ങളെ മുമ്പത്തെ റൂം എന്ന് പറയുന്നത് ഈ മരങ്ങളെല്ലാം കാണുന്നത് എൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു. പിന്നെ ഒരു ശല്യമുണ്ട് രാത്രി. ഇത് വലിയൊരു പ്ലേസാണ്. എന്താ പിന്നെ അകത്ത് വലിയൊരു പ്ലേസ് ഉണ്ട്, ഒന്നുമില്ല. അവിടെ കുറേ നായിക്കുണ്ട്, കുറേ നായികളാണ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുമ്പോൾ തുടക്കും കൊര. അതുകൊണ്ട് ഭയങ്കര പ്രശ്നം, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഒഴിവാക്കിയതാണ്. പക്ഷേ കാണാൻ നല്ലതാണ്, ഫുള്ള് പച്ചപ്പ്. ഇതാണ് ഇലക്ട്രിക് വാട്ടർ അതോറിറ്റിയാണ് കേട്ടോ. പക്ഷേ ഇലക്ട്രിക് അതോറിറ്റി ആയിട്ട് പോലും എന്താ ലൈറ്റ് ഇടാത്തതെന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കലുണ്ട്. കാരണം തെളിഞ്ഞാണാൻ നല്ല രസമാണ് മൊത്തം. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ട് പെരുന്നാളിൻ്റെ അന്ന് അതാണിതാ. പക്ഷെ ഇപ്പോൾ നോക്കിയേ ഇല്ല. ഈ അറ്റത്തുനിന്ന് ആ അറ്റം വരെ നമ്മൾ നടക്കും, കുറേ നടക്കും ഇങ്ങനെ. നല്ല കാറ്റുണ്ട് കേട്ടോ, നോക്കിയേ നല്ല കാറ്റുണ്ട് ഇന്ന്. ആ കാറ്റ് ഇടുന്നുണ്ട് ഇവിടെ. കാറ്റ് ഇവിടെ നല്ല കാറ്റുണ്ട് ഇന്ന്. 2 ദിവസമായി കാറ്റൊന്നുമില്ല, അത് ഇന്ന് കാറ്റുണ്ട്. നമ്മൾ നടന്നിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടാ. ഇല്ലെങ്കിൽ നായിനെ കൊണ്ട്, ചെറിയ നായിനെ പോയിക്കൊണ്ട് എല്ലാം നടക്കുന്നുണ്ട് അവർ, കുറേ ആൾക്കാരുണ്ടാവും. ഇന്ന് ഭയങ്കര കാറ്റായതുകൊണ്ടെന്ന് തോന്നുന്നു ആരും ഇറങ്ങാത്ത. നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ. ഏടെ ഒരു സ്ഥലത്തും എന്താ വേസ്റ്റ് കാണുന്നില്ല കേട്ടോ. ഒരു പ്ലാസ്റ്റിക് കവറായിട്ട് ഒന്നും കാണുന്നില്ല. അപ്പം നമ്മളെ നാട്ടിൽ ഇത് സക്സസ് ആവുന്ന കാര്യം തന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ സക്സസ് ആവാത്തത് ഇന്ത്യ എന്ന് പറയുമ്പോൾ വലിയ എന്തെന്ന് ഞാൻ ചേട്ടനോട് പറയുന്നത്, ഇത് ചെറിയ രാജ്യമായിട്ടാണ് എല്ലാം പോസിബിൾ ആവുന്നത്. നമ്മൾ വലിയ രാജ്യമല്ലേ, അപ്പോൾ അത്ര പോസിബിൾ ആവില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് പോസിബിൾ ആകുന്നുണ്ട്, ഇല്ല അല്ലേ? അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്ന രീതിയാണ്. നമുക്കതൊന്നും പ്രശ്നമില്ല, വേസ്റ്റ് ഇട്ടാൽ പ്രശ്നമില്ല. ഒരു എന്താ അതിന് ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളൊരു തിങ്കാണ് നമ്മൾ അങ്ങനെ ആക്കിയില്ല, എനിക്ക് തോന്നുന്നില്ലുണ്ട്. കാരണം എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതൊന്നും കേട്ടോ. ഭയങ്കര വൃത്തിയാണ് ഇവിടെ, എല്ലായിടത്തും ഭയങ്കര ക്ലീനാണ്. വൃത്തിയായി തുടങ്ങി. ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചു. മടങ്ങിട്ട് എത്തിയിട്ടാ, പകുതി വരെ എത്തി. നമ്മളെ റൂമിൻ്റെ പകുതി വരെ എത്തി. ഇതാണ് പോലീസ് സ്റ്റേഷൻ, അടുത്ത് തന്നെ ഉണ്ട്. പോലീസ് സ്റ്റേഷൻ അടുത്താണ്. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇത് ഓപ്പൺ അല്ലായിരുന്നു, ഇപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ അത് അങ്ങോട്ടേക്ക് ഞങ്ങൾ നടക്കും. ഇതൊന്നും വരുന്നില്ല, ക്രോസ് ചെയ്യാം നമുക്ക്. ഇതാണ് നമ്മളെ ഇവിടെ കുറേ പൂക്കളുണ്ട് കേട്ടോ. ഇതും ഇവിടേക്ക് പറിച്ചിട്ട് ഞാൻ കൊടുക്കും. ഇവള് റൂമിൽ പോയിട്ട് ഇതെല്ലാം തൊല്ലും. അതാണ് അവളെ മെയിൻ പരിപാടി. പറിച്ചു തരാം, ഉപ്പ് തരും. ഇത് നമ്മളെ നാട്ടിൽ കാണുന്ന കുഞ്ഞ് ചെണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇട്ടിനിട്ടാ. മുളച്ച് പോവായിന്, പക്ഷെ ഇത് ഇത്രയും ചെറുതേ ആവുന്നു. അതുകൊണ്ട് വലിയ താല്പര്യമില്ല എനിക്ക്. നടന്ന് നമ്മുടെ റൂമിൽ എത്തിയിട്ടാ. അതിനിതാ ഇവിടെ ഇരുത്തം തുടങ്ങി. ഇനിതാ ഇവിടെ ഇരുത്തം തുടങ്ങിയിട്ടാ. ഇനി വീട്ടിലെ മെയിൻ പരിപാടി പറഞ്ഞാൽ ആ പൂനെല്ലാം നല്ല തൊലിയെടുക്കുക അല്ലേ വീട്ടേ? അതെ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ നടക്കാൻ പോകുമ്പോൾ എടുത്തത് കേട്ടോ. മെയിനായിട്ട് അത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇത്രയും ഉണ്ടായിട്ട് ഒരു നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ.